ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് യൂട്യൂബിൻ്റെ ഇൻട്രോ ഒന്നും പറയാനറിയില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഈ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നത് കാണുമ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഞങ്ങൾ ടൂർ പോകാമെന്ന്. അല്ല ഗൈസ്, ടൂറല്ല ഗൈസ്, ഇന്നൊരു ഷൂട്ട് ഡേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ ഒരുക്കങ്ങളും എല്ലാമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഫാമിലിക്കൊരു പ്രത്യേകത ഉണ്ട്, വേറൊന്നല്ല കേട്ടോ. നമ്മൾ ഏത് സ്ഥലത്ത് കറക്റ്റ് ടൈമിന് പോകാൻ വിചാരിച്ചാലും ആ ടൈമിന് നമുക്ക് പോകാൻ പറ്റാറില്ല. പിന്നെ ഏകദേശം ടൈമിന് ഹസ്ബൻഡിൻ്റെ ഡ്രൈവിംഗ് സ്കില്ലുകൊണ്ട് അങ്ങ് എത്താറാണ് പതിവ്. അതേപോലെ തന്നെ ഇന്നും ഞങ്ങൾ ലേറ്റാണ്. അപ്പോൾ സ്റ്റുഡിയോയിൽ എന്തായാലും എത്തിയിട്ടുണ്ട്. നമ്മളൊരു 8 മണിക്കെങ്ങാനാണ് സ്റ്റുഡിയോയിൽ എത്തിയത്. 7 മണിയാണ് സമയം പറഞ്ഞത്. 1 മണിക്കൂർ എന്തായാലും നമ്മൾ വൈകിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫസ്റ്റ് മോഡൽ. പേര് അവ്നിക. എൻ്റെ ഒരു കസിന് വഴിയാണ് ഞാൻ ഈ കുട്ടീനെ എനിക്ക് കിട്ടിയത് മോഡലായിട്ട്. അപ്പോൾ കുറേ എന്തൊക്കെയോ ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ഞാൻ 5 ലുക്കാണ് ടോട്ടൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 2 ഇന്നും ബാക്കി 3 വേറൊരു ഡേറ്റുമാണ് എനിക്ക് സ്റ്റുഡിയോയിലുള്ളവർ തന്നിട്ടുള്ളത്. സ്റ്റുഡിയോ എഡ്വേറ്ററി ആട്ടോ. എഡ്വേറ്ററി എന്നുള്ള ഇത് എനിക്ക് ഗൂഗിൾ വഴിയാണ് ഞാൻ തപ്പിയെടുത്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരുടെ വർക്കൊക്കെ. അങ്ങനെ അവരാണ് എനിക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ സെക്കൻഡ് മോഡൽ. ഈ കുട്ടി സിക്കിംകാരിയാണ്, നമ്മളെ കേരളത്തിൽ വർക്ക് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ കിട്ടിയൊരു മോഡലാണ് ഇവൾ. ഈ ഷൂട്ടും സ്റ്റുഡിയോവും ഒക്കെ എനിക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സും ടെൻഷൻസും ഒക്കെ വന്നിട്ടുണ്ട്. അടുത്ത ഷൂട്ടിൽ ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു വലിയൊരു ലെസണാണ് എനിക്ക് ഇതിൽ കൂടെ കിട്ടിയത്. ഹസ്ബൻഡാണ് ഇതെനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ ഓരോ മിസ്റ്റേക്ക് ചെയ്യുമ്പോഴും നമ്മൾ അടുത്ത തവണ നമ്മൾ ആ മിസ്റ്റേക്ക് ഇനി ആ മിസ്റ്റേക്ക് നമുക്ക് സംഭവിക്കാൻ പാടില്ല എന്നുള്ള ഒരു ലെസൺ നമുക്ക് തരുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് മിസ്റ്റേക്സൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു ഷൂട്ടാണ് കേട്ടോ ഇത്. പിന്നെ ഈ കുട്ടിക്ക് അത്യാവശ്യം പോസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഫോട്ടോഗ്രാഫർ നല്ലോണം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അങ്ങനെയെന്നൊക്കെ. പക്ഷേ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ മോഡൽ കുറച്ച് ഷൈ ആണ്. ആ കുട്ടിക്ക് മോഡലിങ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞതാണ്. പക്ഷേങ്കിൽ ആ കുട്ടിക്ക് സത്യം പറഞ്ഞ പോസിങ്ങും കാര്യങ്ങളൊന്നും അധികം അറിയില്ല. എന്നാലും എൻ്റെ ഹസ്ബൻഡും ഫോട്ടോഗ്രാഫേഴ്സും ഞാനും മറ്റേ ആദ്യത്തെ മോഡലും ഒക്കെ കൂടിയിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടാണ് ആ കുട്ടീനെ പോസ് ചെയ്യിപ്പിച്ചത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, ഇതുവരെയും കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുമ്പോഴാണ് മനസ്സിലാവുക ഇത് വിജയിച്ചോ അല്ലെങ്കിൽ ഞാനിതിൽ തോറ്റോ എന്നൊക്കെ മനസ്സിലാവുക അന്ന് ആ സമയത്താണ്. ഞങ്ങളെല്ലാവരും പോസിങ് പറഞ്ഞു കൊടുത്ത് ലാസ്റ്റ് വെള്ളം കുടിച്ചു. ആ കുട്ടിയുടെ ഇംഗ്ലീഷ് ഞങ്ങൾക്കും മനസ്സിലാവുന്നില്ല, ഞങ്ങളെ ഇംഗ്ലീഷ് ആ കുട്ടിക്കും മനസ്സിലാവുന്നില്ല. അവസാനം ഓൾ ക്രൂ കഷ്ടപ്പെട്ടാണ് ആ കുട്ടീനെ കൊണ്ട് പോസ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ആ കുട്ടീനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ എൻ്റെ മോഡലാണ് കേട്ടോ. ഓരോ പോസ് പറഞ്ഞു കൊടുക്കുകയും ബോഡി സ്ട്രക്ചർ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞു കൊടുത്തത് ആ കുട്ടിയാണ്. പിന്നെ വേൾഡ് മാപ്പ് വരെ വരച്ച് എൻ്റെ ഹസ്ബൻഡും ഒപ്പത്തിനൊപ്പം കൂടെ നിന്നിട്ടുണ്ട്. എങ്ങനെയൊക്കെ കാല് വെക്കണം, എങ്ങനെ തല വെക്കണം, എങ്ങനെ എവിടെ നോക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡാണ്. പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ഈ മോഡലിങ്ങിന് തന്നെ നിൽക്കുന്ന കുറച്ച് പെൺപിള്ളേർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭാഗ്യവതിയാണ് ഇങ്ങനെ ഒരു ഹസ്ബൻഡിന് കിട്ടിയതെന്നുള്ളത്. എന്തായാലും പറഞ്ഞത് സത്യമാട്ടോ. പല കാര്യത്തിലും അങ്ങനെയല്ലെങ്കിലും ഇങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അത് സത്യമാണ്. മറ്റന്നാളത്തെ ഷൂട്ട് എങ്ങനെയാണ്?
അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ കയറി. ബിയോണ്ട് ബർഗിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത്. മക്കൾ കൂടെയുള്ള സമയത്ത് നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ ബർഗറും പിസയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കഴിക്കാറ്. ഞാനും അജിക്ക് മാത്രമുള്ള സമയത്ത് ഞങ്ങൾക്ക് മെയിനായിട്ട് ഉള്ള ഒരു ഫേവറേറ്റ് ഫുഡെന്ന് വെച്ചാൽ ബിരിയാണിയാണ്. ഞങ്ങൾ വെറൈറ്റി ഷോപ്പിൽ പോയിട്ട് വെറൈറ്റി ബിരിയാണി അടിക്കും. പക്ഷേ ഇവരുള്ള സമയത്ത് വെറൈറ്റി ബർഗേഴ്സും വെറൈറ്റി പിസ്സാസൊക്കെയാണ് കഴിക്കാറ്. അപ്പോൾ ഹസ്ബൻഡ് ഓർഡർ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ. നല്ല എന്താ പറയുക, അടിപൊളി ആംബിയൻസ് ആണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. പിന്നെ ഞാനും ഏമിയും കൂടിയിട്ട് കുറച്ച് ഫോട്ടോ ഷൂട്ട് നടത്തി. ഫോട്ടോഗ്രാഫർ വേറെ ആരുമല്ല, എൻ്റെ മൂത്ത മോള് ഏനു ആണ്. പിന്നെ അവൾക്ക് ഫോട്ടോ എടുക്കാനും ഞങ്ങൾക്ക് പോസ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ ഞാനും എൻ്റെ ഏനും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് അപ്പോഴത്തേക്കും ഫുഡ് വന്നു ഗൈസ്. ഫുഡ് വന്നെന്ന് വെച്ചാൽ ഈ ഫുഡിൻ്റെ പേരൊക്കെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചാലേ മനസ്സിലാവും. അടിപൊളിയാണ് കേട്ടോ ഫുഡ്. എന്താ പറയുക, ഇവരുടെ തന്നെ പ്രൊഡക്ഷനാണ് ഈ ബണ്ണും കൂടിയിട്ട്. അപ്പോൾ നല്ല ക്വാണ്ടിറ്റിയും നല്ല ക്വാളിറ്റിയും ഉണ്ട് ഫുഡിന്. എന്തൊക്കെയോ ബർഗർ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റെ ഒന്നും പേരറിയില്ല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു ഗ്രോസ ഉണ്ട്, അവിടെ കയറി. അവിടെ നിന്ന് കുറച്ച് വെറൈറ്റി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നല്ല പാസ്ട്രീസൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പാസ്ട്രി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരേതൊക്കെയോ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ആംബിയൻസും പറയാണ്ടിരിക്കാൻ പറ്റില്ല, അടിപൊളിയാണ്. എനിക്ക് ആ കളറും ഇതൊക്കെ ലൈറ്റും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ലൊരു ആംബിയൻസാണ് ഇവിടുത്തതും. അങ്ങനെ ബ്രൗണി വിത്ത് ഐസ്ക്രീം വന്നിട്ടുണ്ട്. എനിക്ക് മധുരത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ പറയുക, പണ്ടൊന്നും അങ്ങനെ മധുരം ഭയങ്കര ക്രേസ് അല്ലെങ്കിലും ഇപ്പം ഭയങ്കര മധുര കൊതിയാണ് എനിക്ക്. പക്ഷെ എനിക്ക് മധുരം കഴിക്കുമ്പോഴത്തേക്ക് മുഖത്ത് കുരു വരും, ഓയിലി സ്കിന്ന് ആയതുകൊണ്ട് ഭയങ്കര ഓയിലി ആയിരിക്കും. പക്ഷെ എന്നാലും ഞാൻ മധുരം കഴിക്കാണ്ട് നിൽക്കലില്ല. എപ്പോഴെങ്കിലെല്ലാം എന്താ പറയുക, വീട്ടിൽ നിന്നെല്ലാം കുറച്ച് കൺട്രോൾ ചെയ്ത് നിൽക്കും മധുരത്തിനോട്. പക്ഷെ പുറത്ത് പോയാൽ എനിക്കത് എന്താ പറയുക, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാനിതുപോലെ നല്ലോണം വാരിക്കോരി കഴിക്കും. പിന്നെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് മധുരം. എന്താ പറയുക, ഇങ്ങനെ കേക്കും ഐസ്ക്രീമും ചോക്ലേറ്റൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഹസ്ബൻഡും ഒട്ടും കുറവൊന്നല്ല, എന്നാലും കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് നിൽക്കും. പിന്നെ എന്താ ഈ പേര് എനിക്കറിയില്ല, മീൽ ബോളോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. അങ്ങനെ അതും അടിപൊളിയാണ്. പിന്നെ എനിക്ക് കോൾഡ് കോഫി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വേറെ എന്തും. എൻ്റെ ക്ഷീണം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തലവേദന, മൈഗ്രെയിൻ എന്ത് വന്നാലും എനിക്കൊരു കോൾഡ് കോഫി ഞാൻ കുടിച്ചാൽ എല്ലാം മാറിപ്പോകും. എൻ്റെ ഒരു കസിനാണ് ഈ കോൾഡ് കോഫീൻ്റെ ടിപ്പ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അവൾ പറഞ്ഞു ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല മാറ്റമുണ്ട്. ഈ കോൾഡ് കോഫി കുടിക്കുമ്പോൾ തലവേദനയും ക്ഷീണമൊക്കെ ഉള്ള സമയത്ത് കുടിക്കുമ്പോൾ നല്ല മാറ്റമുണ്ട്. പിന്നെ ഇവിടുന്ന് കഴിച്ചത് ബർഗറാണ്. ഇതും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. എന്താ പറയുക, മസ്റ്റ് ട്രൈ ആണ്. അടിപൊളിയാണ് ഈ ബർഗർ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ സാൽമൺ ഫിഷ് ട്രൈ ചെയ്യുന്നത്. അതും ഇങ്ങനെയൊരു സെറ്റപ്പിൽ എനിക്ക് എന്താ പറയുക, എനിക്ക് നല്ലോണം ഇഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് അല്ല, എന്നാലും എന്താ പറയുക, എനിക്ക് നല്ല ഇഷ്ടമായി. ഹസ്ബൻഡും നല്ലോണം തിന്ന്. പക്ഷേ എൻ്റെ ഏനുമോള് എന്താ പറയുക, അത് ആ ഭാഗത്തേ നോക്കിയിട്ടില്ല. കാരണം അവൾക്ക് ഇങ്ങനെ ഈ ഫിഷ് ഇഷ്ടമാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ ആക്കി വെക്കുമ്പോൾ അവൾക്ക് ടേസ്റ്റ് ചെറുങ്ങനെ പിടിക്കാണ്ടുണ്ട്. പിന്നെ ഞാനും ഹസ്ബൻഡും പിന്നെ എൻ്റെ ഇളയ സന്തതിയും കൂടിയിട്ടാണ് അപ്പോൾ സാൽമണും ഒക്കെ ഫിനിഷ് ചെയ്തത്.
പിന്നെ ഞങ്ങൾ കുറച്ച് സമയം ബീച്ചിൻ്റെ സൈഡിൽ കാറ് നിർത്തിയിട്ടിട്ട് റെസ്റ്റ് ചെയ്തു. കാരണം പുലർച്ചെ എണീച്ച് പിന്നെ തലേന്ന് ഉറങ്ങാനും ഭയങ്കര ലേറ്റായിന്. ഓരോ സംഗതികളൊക്കെ എടുത്ത് വെച്ചിട്ടും പിന്നെ കോൾ ചെയ്ത് അവരെ ഫോട്ടോഗ്രാഫേഴ്സിനെയും കാര്യങ്ങളൊക്കെ കോൾ ചെയ്തിട്ടും ഒരുപാട് സമയം വൈകിപ്പോയിന് ഉറങ്ങാൻ. അപ്പോൾ കുറേ റെസ്റ്റ് ചെയ്തു. പിന്നെ കുറേ മക്കളെടുത്ത് സംസാരിച്ചു. അവർക്ക് ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറേ സോപ്പ് ഇട്ടു. പക്ഷെങ്കിൽ നല്ല വെയിലായതുകൊണ്ട് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളിങ്ങനെ എന്താ പറയുക, കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് മെല്ലെ നാട്ടിലേക്ക് വിടാനുള്ള പ്ലാനാണ്. തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിക്ക് മക്കൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഫലൂദയിൽ കയറിയിട്ട് ചോക്ലേറ്റ് ഐസ്ക്രീം പാർസൽ വാങ്ങിച്ചതാണ് കാറിലേക്ക്. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കുമ്പോഴാണ് പിന്നെ ഫസ്റ്റ് നിങ്ങൾ കണ്ടതുപോലെ ഐസ്ക്രീം നിലത്ത് വീണത്. അപ്പോൾ പക്ഷേങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഭാഗ്യത്തിന്. അങ്ങനെ അത് മക്കൾ കഴിച്ചു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഷൂട്ട് ഡേ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ ബൈ. ഓക്കെ.